ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഒരു കിടിലൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. എന്നാൽ പിന്നെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മാമ്പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നാടൻ മാമ്പഴമാണേ. അപ്പോൾ അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. കൂടെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഈ മാമ്പഴം വേവാൻ ആവശ്യമുള്ള വെള്ളം എന്നിവ ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. വേവിക്കാൻ വേണ്ടി വെച്ച വീഡിയോ ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഞാൻ നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ മാമ്പഴം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആ അരപ്പും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. കൂടെ ജാറ് കഴുകി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞ് കഷ്ണം ശർക്കരയാട്ടോ. അതും കൂടെ കൂടി ഇട്ട് കൊടുത്തു. മാമ്പഴ പുളിശ്ശേരിക്ക് കുറച്ച് ശർക്കര ചേർക്കണേ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി അരപ്പ് നന്നായിട്ട് വെന്ത് വന്നപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇനി വേണ്ടത് കുറച്ച് തൈരാണ്. നന്നായിട്ട് ഉടച്ചെടുത്ത തൈര് നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ കൈവിടാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റ് ശരിക്കും നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് തൈരും കൂടെ ഒഴിക്കണേ. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി സ്റ്റൗവിൽ വെച്ചു. അതിലേക്ക് കടുകിട്ട് കൊടുത്തു. കൂടെ കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കുവാണേ. മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ വേറെ നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു മുട്ട പൊരിച്ചതോ കുറച്ച് ഉണക്കമീൻ വറുത്തതോ ഉണ്ടെങ്കിൽ കാര്യം കുശാലായേ. അപ്പോൾ ഇങ്ങനെയൊന്ന് മാമ്പഴ പുളിശ്ശേരി ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണേ. അതോ നിങ്ങളിങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നത്? എന്തായാലും ഫുള്ള് വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ കടുക് താളിച്ച് ഞാൻ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, കിടിലൻ രുചിയാട്ടോ. അടിപൊളി കറിയാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ. മാമ്പഴമൊക്കെ തീരാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മാമ്പഴ പുളിശ്ശേരി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി കറിയാട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.